പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ആൺ സിംഹമൊന്നുമല്ലടേ, ഒരു പച്ചക്കളവത്തി, പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരു പച്ചക്കളവത്തി. കളവത്തി ഗുണ്ടയാണോ അതോ ബുദ്ധിയില്ലാത്തവളാണോ ഒന്നും മനസ്സിലാകുന്നില്ലടേ. അതായത് ആ നാട്ടിലെ പോലീസുകാർ പോലും തലയിൽ കൈവയ്ക്കും. ഇവളുടെ എന്തെങ്കിലും ഒരു കാര്യവും കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും പോലീസുകാർ അയ്യോ ഞങ്ങളൊന്ന് വെറുതെ വിടണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കാല് പിടിക്കും. അപ്പം ആ ഒരു പച്ചക്കളവത്തിയുടെ മറ്റൊരു കളവുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നന്നാവാൻ സമ്മതിക്കണില്ല, ഇത്തിരി കഷ്ടമാണ്. എങ്ങനെയെങ്കിലും നന്നാവണം എന്ന് വിചാരിച്ചാലും മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ല. അപ്പൊ പച്ചക്കളവത്തി എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, എനിക്കാരുമില്ല. അയ്യോ മക്കളെ, എനിക്കാരുമില്ല. എനിക്ക് ആകെ ഉള്ളത് ആ ജുമൈലിന്റെ ഭർത്താവ്, പിന്നെ ബാക്കി 3 ഭർത്താക്കന്മാര് എനിക്ക് പ്രസന്റ് ചെയ്ത 3 കുരുന്നുകളും മാത്രമാണ് മക്കളെ. എനിക്കാരുമില്ല. ഇതേ വിളി തന്നെ അടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് പറയണ എന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വാപ്പ വന്ന്, എന്റെ ഉമ്മ വന്ന്, എന്റെ മക്കളെ കൊണ്ടുപോയി എന്റെ വീട്ടിൽ കയറി. ഉമ്മാനെയും വാപ്പാനെയും ഈ വീട്ടിൽ കയറാൻ എല്ലാ അധികാരവും ഉണ്ട് എന്നൊക്കെ അവളി തന്നെ പറയും. എന്നിട്ട് അവളി തന്നെ പറയും, ഉമ്മന്റെ ആങ്ങളമാര് പിന്നെ എനിക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ എന്റെ ഉമ്മ കയറാൻ പാടില്ല, എന്റെ ഉമ്മ അവിഹിതകാരിയാണ്, എന്റെ ഉമ്മ ഇതിൽ കയറാൻ പാടില്ല. പക്ഷെ എന്തിലെങ്കിലും ഒന്നിലും ഉറച്ചില്ല വച്ചേ. ഉമ്മയും വാപ്പയും ബന്ധുക്കളും എല്ലാം നിന്നെ അംഗീകരിച്ച്, പിന്നെയും നീ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ സിമ്പതിക്ക് വേണ്ടിയിട്ട് വരണം. എന്തിനു വേണേ? എന്തിലെങ്കിലും ഒന്നും ഉറച്ചില്ല വേണേ. പോലീസുകാരടുത്ത് ചെന്ന് പറഞ്ഞിട്ട് വാപ്പാരെയും ഉമ്മാരെയും വാ അടച്ച്. അവര് പിന്നെ പോലീസുകാരെ മാനിച്ചും കൊണ്ട് അവരൊരു വകച്ചും പറയാനും എടുക്കാനും വരുന്നില്ല. പിന്നെ ഉന്തിത്തള്ളി അങ്ങോട്ട് പോയിട്ട് അവരെ വലിച്ച് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടിട്ട് അവർക്കൊരു ചാനൽ ഇല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. കള്ളി പെരുങ്കള്ളി. നോമ്പിന്റെ സമയത്തെങ്കിലും നീ ഒരു കളവ് പറയാതിരിക്കടി. കളവത്തി കള്ളി, പെരുങ്കള്ളി, ജുമൈലേരെ ഭർത്താവിനെ അടിച്ചെടുത്ത പെരുങ്കള്ളി.